വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ ഉടനീളം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും RPF അപേക്ഷ സമർപ്പിച്ചവരായിരിക്കില്ലേ? അതിൽ നിന്ന് തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്, ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബുക്സ് ഉണ്ടാവുമോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമോ? ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വളരെയധികം പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. ഞാൻ കമന്റ്സിലൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉടനെ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും എന്നുള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഞാൻ പോയി അന്വേഷിച്ചു, പലരോടും ചോദിച്ചു, പക്ഷെ എനിക്ക് എവിടുന്നും അത് കിട്ടിയിട്ടില്ല. ഫൈനലി ഞാൻ തന്നെ എന്റെ സ്വന്തം എഫേർട്ടിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഫ്രീ ആയിട്ടാണ് ഇത് നൽകുന്നത്. മറ്റൊരു കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇതിനെ ചെലവാക്കേണ്ടതായിട്ട് വരുന്നില്ല. സോ അതെങ്ങനെ എടുക്കാന്നുള്ള കാര്യം ഞാൻ വീഡിയോന്റെ മുന്നോട്ടേക്ക് പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് സീരീസ് ഞാൻ കാണിച്ചു തരാം. കേവലം 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഒരു ഫ്രീ ടെസ്റ്റ് സീരീസ് തന്നെയാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ ഒരു PDF ഒരു ഫുൾ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ് നിങ്ങൾ ഇവിടെ മുഴുവനായിട്ട് കണ്ടിരിക്കുന്നത്. അതും 92ഓളം പേജുകളിലാണ് ഞാനിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 92 പേജസിലായിട്ടാണ് ഞാനിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നോക്കാം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ചോദ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. 33ാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാട്ട് ഈസ് ദി ന്യൂക്ലിയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം. യു ക്യാൻ സീ ഓവർ ഹിയർ. ആ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കണം. കൃത്യമായിട്ട് 4 ഓപ്ഷൻസും അതിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. B ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് 1 കൃത്യമായിട്ടുള്ള ഉത്തരം. മറ്റൊന്നും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 32ാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. വേർ ഈസ് ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഹോം ബാങ്ക്, അതായത് NHBന്റെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും. ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, അതുപോലെ ന്യൂഡൽഹി. 4 ഓപ്ഷൻസ് ആകിയോ. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആൻസർ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ന്യൂഡൽഹി ആണ്. അപ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്തിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ ന്യൂഡൽഹി എന്നുള്ളത് ക്ലിക്ക് ചെയ്യും, അല്ലെ കറപ്പിക്കും. അത് പലപ്പോഴും ശരിയാകാം, ചില സമയങ്ങളിൽ തെറ്റായിട്ടും വരാറുണ്ട്. നമ്മുടെ RBIന്റെ ഒക്കെ ആദ്യത്തെ തലസ്ഥാനമൊക്കെ ആയിട്ട് വരുന്നത് മുംബൈ ആണ്. ഇപ്പം നമ്മുടെ ഇത് തന്നെയാണ്, ന്യൂഡൽഹി തന്നെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ന്യൂഡൽഹി വരില്ല. എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ഫ്രീ ടെസ്റ്റ് സീരീസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം ഒരു 8, 9 ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഞാനിത് നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും. മാത്രമല്ല SSC GD കോൺസ്റ്റബിളിന്റെ മുൻപുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് തരും. അതിൽ ജോയിൻ ചെയ്തവർ ഇതിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ താഴെയുള്ള ലിങ്കിൽ കയറി ജോയിൻ ചെയ്താൽ മതി. ഇനി ആ ഗ്രൂപ്പ് ഫില്ലാകുന്ന സമയത്ത് ഞാൻ മറ്റൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവിടെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ കൃത്യം ഒരു 9 അല്ലെങ്കിൽ 10 മണിക്കുള്ളിൽ, കാരണം ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എനിക്ക് ഈ PDF വീണ്ടും ഇട്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാനിത് ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 10 മണിക്കുള്ളിൽ എന്തായാലും ഈ ഒരു PDF നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് തന്നെ ഞാൻ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം, വായിക്കാം, എല്ലാം ചെയ്യാം, ആ കാര്യം മനസ്സിലാക്കാം. അതുപോലെ ഇതിൽ ഞാൻ സൊല്യൂഷൻസ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു ഫീൽഡുമായിട്ട് എനിക്ക് വലിയ ടച്ചില്ല. ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണെങ്കിൽ എനിക്കൊരു PDF-ലാക്കാം. അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചധികം എഫേർട്ട് അതിന് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഒരു മാത്സിന്റെ പ്രോബ്ലം സോൾവിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകൾ വന്നാലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. അതായത് നിങ്ങൾക്കത് തെറ്റായിട്ട് എനിക്ക് തരാൻ ആഗ്രഹമില്ല. ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള PDF ആണ്. അതിൽ നിന്ന് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ്. പിന്നെ ഇത് തുടർന്നും എനിക്ക് ചെയ്യണം എന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. നിങ്ങൾക്ക് തന്നെ അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് മനസ്സിലാക്കി അത് പഠിക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയും നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ളതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഞാൻ ഇപ്പം കാണിച്ച സ്ക്രീനിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്കത് ചെയ്ത് നോക്കി, അതായത് അവിടെ നോക്കി മനസ്സിലാക്കി പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ഒക്കെ ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യനെ മുഴുവനായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ അതിന്റെ ആൻസർ ഒക്കെ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി.